സർ, പ്രളയം കൊണ്ട് ആകെ വലഞ്ഞിട്ടുണ്ട് ജനം. പക്ഷേ സോഷ്യൽ മീഡിയയിൽ മുഴുവനും ഈ പറയുന്ന ദൃശ്യങ്ങളെല്ലാം കിട്ടുമ്പോഴും വലിയ വിമർശനങ്ങളും കാണാനാകുന്നുണ്ട്. അതായത് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വേങ്ങരയിൽ യൂത്ത് ലീഗ് നേതാവിന്റെ വീട്ടിൽ സൽക്കാരത്തിന് പോയതും അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്റർ യാത്രയും ഒക്കെയാണ് എല്ലാവരും എടുത്ത് പറയുന്ന വിഷയങ്ങൾ. അപ്പോൾ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ നടക്കണം എന്നുള്ളത് ഒരു ഭാഗത്ത് നിലനിൽക്കുന്ന കാര്യമാണ്. അവിടെ ഏതെങ്കിലും തരത്തിൽ ഒരു മുന്നറിയിപ്പൊക്കെ കൊടുക്കാനായിട്ട് കാലതാമസം വന്നിട്ടുണ്ടോ എന്നുള്ളതിനും മുഖ്യൻ ഉത്തരം പറയേണ്ടതുണ്ട്. കാരണം വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള കെടുതികളിലേക്ക് നമ്മുടെ കേരളം പോകുമ്പോൾ അതിന് എന്താണ് കാരണം എന്നുള്ളത് വിശദീകരിക്കേണ്ടത് ആവശ്യമാണ്. ഇതിനിടയിലാണ് ഈ സർക്കിട്ടും സൽക്കാരവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വരുന്നത്. സത്യത്തിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ വി.ഡി. സതീശന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള വീഴ്ച എന്ന് തന്നെ ഇതിനെ പറയാൻ കഴിയുമോ? ഒരു സംശയമില്ല. അദ്ദേഹത്തിന്റെ പ്രയോറിറ്റികൾ വേറെയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. കാരണം വി.ഡി. സതീശൻ ഈ കഴിഞ്ഞ ദിവസം ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് എറണാകുളത്തേക്ക് പറന്നല്ലോ. അപ്പൊ എറണാകുളത്തേക്ക് പറന്നത് അദ്ദേഹം പറന്നതിനെ കുറിച്ച് വളരെ വിചിത്രമായിട്ടുള്ള ഒരു കണക്കുണ്ട്. ഞാനിപ്പോ വേണമെങ്കിൽ അതിവിടെ മുഴുവൻ പറയാം. അതായത് നമ്മുടെ സ്ഥിരമായി നമുക്ക് തന്നിട്ടുള്ള ഹെലികോപ്റ്റർ എന്ന് പറയുന്നത് VT-BBA എന്ന് പറയുന്ന ഒരു ഹെലികോപ്റ്റർ ആണ്. അത് VT-BGക്ക് എന്ന് പറഞ്ഞാൽ പുതിയ ഹെലികോപ്റ്റർ ബാംഗ്ലൂരിൽ നിന്ന് ഈ ചിപ്സൺ ഏവിയേഷൻസ് കൊടുത്തു വിട്ടു. അത് 8:13 ചാലക്കുടിയിലെത്തി, അവരുടെ പാർക്കിംഗ് ഗ്രൗണ്ടിലെത്തി. അവിടെ നിന്ന് 9:08 തിരുവനന്തപുരത്തെത്തി, 9:27 വീണ്ടും കൊച്ചിയിലെത്തി. അപ്പോഴാണ് ഇറങ്ങാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ എന്ത് ചെയ്തത്, 10 മണിയോടൊപ്പം തിരിച്ചു പോയത്. തിരുവല്ല മുകളിൽ വെച്ച് ഇറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ചുപോയി. പക്ഷെ പുള്ളി വിട്ടില്ല. പുള്ളി 11:35 വീണ്ടും കാലാവസ്ഥ മാറി എന്നറിഞ്ഞപ്പോഴേക്കും തിരിച്ചു വരികയും 1:52 നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങുകയും അവിടെ നിന്ന് കാരോത്തുകുഴി ഹോസ്പിറ്റലിൽ പോവുകയും അദ്ദേഹത്തിന്റെ ഭാര്യ പിതാവുമായിട്ടുള്ള വേലായുധൻ കുട്ടിയെ സന്ദർശിക്കുകയും 20 മിനിറ്റ് അവിടെ ചെലവഴിച്ചതിന് ശേഷം പിന്നെ ദേശത്തുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലും ചെലവഴിച്ചു. ഏതായിരുന്നു അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പരിപാടി? ഇത് വ്യക്തിപരമായ പരിപാടിയാണ്, അതിന് കുഴപ്പമില്ല, പുള്ളി പോയും കുഴപ്പമില്ല. പക്ഷെ ഈ സമയത്താണോ പ്രജിത് ഇത് പോകേണ്ടത്? യഥാർത്ഥത്തിൽ കേരളം മുഴുവൻ നടുങ്ങുമ്പോ ഇല്ലേ, കോട്ടയത്തുള്ള ഒരു കുടുംബത്തിലെ ഒരു സ്ത്രീ, അവര് മറ്റേ ജോസഫ് എന്ന് പറയുന്ന ഒരു പയ്യൻ, ആ പയ്യൻ യഥാർത്ഥത്തിൽ കാലൊടിഞ്ഞ് കട്ടിലിൽ കിടക്കുന്ന പയ്യൻ കട്ടിലോടുകൂടി ഒലിച്ചു പോവുകയും അവൻ എവിടെയാണെന്ന് കണ്ടെത്താതെ അന്വേഷിക്കുകയും ചെയ്യുന്ന സമയത്ത് അവന്റെ അമ്മ റജീനയുടെ ഡെഡ് ബോഡി ഇതുപോലെ 100-200 മീറ്റർ അപ്പോഴും മണ്ണിൽ പൊതിച്ച് കിട്ടുന്ന സമയത്ത് കേരളം മുഴുവൻ പ്രാണനം പിടിച്ചുകൊണ്ട് ഓടുന്ന സമയത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി, അദ്ദേഹം ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ചെയർമാൻ കൂടിയാണ്. ആ ചെയർമാൻ നേരെ AP അനിൽകുമാർ എന്ന് പറയുന്ന വൈസ് ചെയർമാനെ ഏൽപ്പിച്ചിട്ട് പോയാൽ മതിയോ? അതാണ് നമ്മുടെ ചോദ്യം സീരിയസ് ആണ്. പിന്നെ പുള്ളി ശരിക്കും പറഞ്ഞാൽ വന്നിട്ട് ഇവിടെ പങ്കെടുത്തത് SCMSന്റെ പരിപാടി, വേറെ എഞ്ചിനീയറിംഗ് കോളേജിന്റെ പരിപാടി, ഇത് പരിപാടി, അതിനുശേഷം പാണക്കാടുള്ള ഒരു പരിപാടി, ഇതെല്ലാം സ്വകാര്യ പരിപാടികളാണ്. ഈ സ്വകാര്യ പരിപാടികൾ പുള്ളിക്ക് എന്തുകൊണ്ടാണ് ഒന്ന് റദ്ദ് ചെയ്തുകൊണ്ട് മാറ്റിവെച്ചുകൊണ്ട് ഇതിന് നേതൃത്വം കൊടുക്കാൻ കഴിയാതിരുന്നത്? സിമ്പിൾ ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഇന്ന് പുള്ളി പത്രസമ്മേളനം നടത്താൻ പോവാണ്. 3/4 മണിക്കൂർ നടത്തുമ്പോൾ പുള്ളി മറുപടി പറയാൻ പോണത് മറ്റേ നമ്മൾ പണ്ട് പറഞ്ഞ പോലെ വെറുതെ കിടക്കുന്ന സ്ഥലമൊക്കെ മറ്റേ അവർക്ക് കൊടുത്ത് കാശ് മേടിക്കാന്ന് പറഞ്ഞാൽ ഇത് വെറുതെ കിടക്കുന്ന ഒരു ഹെലികോപ്റ്റർ നമ്മൾ ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിൽ 50 ലക്ഷം രൂപ വാടക കൊടുക്കണം. അപ്പൊ 25 മണിക്കൂറുകൾ കൂടി എന്തായാലും ഫ്രീ ആയിട്ട് ഓടാം. അപ്പൊ ഞാനങ്ങ് എടുത്തൊന്ന് ഉപയോഗിച്ചു. അതല്ല ഇതിന്റെ പ്രശ്നം. ഇതെടുത്ത് ഉപയോഗിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പൊ ഒരു 14 ലക്ഷം രൂപയുടെ ഒട്ടാണ് പുള്ളി ഓടിയേക്കണം. അതിന് കുഴപ്പമില്ല. വേറെ ഏതെങ്കിലും സന്ദർഭത്തിലായിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഈ സന്ദർഭത്തിൽ ആ ഹെലികോപ്റ്റർ ശരിക്കും പറഞ്ഞാൽ വേറെ ഏതെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥനോ AP അനിൽകുമാറിനോ വിട്ടുകൊടുത്തുകൊണ്ട് ആറന്മുളയിലും റാന്നിയിലും പോയി വിസിറ്റ് ചെയ്യാൻ പറ്റൂലായിരുന്ന? നേരത്തെ കേരളത്തിനൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. ആ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ അസുഖത്തിന്റെ 3rd സ്റ്റേജ് ആയിട്ട് പോലും, ഞാനിപ്പോ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല, സ്റ്റേജ് ആയിട്ട് പോലും 16 ദിവസം 18 ദിവസം ഒറ്റ ചികിത്സ മാറ്റി വെച്ചുകൊണ്ട് ഇവിടെ നേതൃത്വം കൊടുത്താണ് 2018. ഈ 2018 ഇവിടുത്തെ അവസ്ഥ എന്താ? 2018 അവസ്ഥ എന്ന് പറയുന്നത് ഒരു 34,15,934 പേര് ക്യാമ്പിലാ, 12,250 ക്യാമ്പുകളാ. ഇപ്പൊ ഇവിടെ ഉള്ളത് എത്ര? 250 ക്യാമ്പുകളിലായിട്ട് 5,792 പേരെ ഇന്നലെ രാത്രി വരെ ഉള്ളൂ. ക്യാമ്പിലൊക്കെ എല്ലാം ഗംഭീരമായിട്ട് കിട്ടുന്നുണ്ടാ? ഈ കേരളത്തിൽ ഞാൻ പ്രതിരോധിക്കട്ടെ, ഒരു മനുഷ്യൻ ഈ ക്യാമ്പുകളിലേക്ക് എന്തെങ്കിലും സഹായം എത്തിച്ചിട്ടുണ്ട്? ഇതുവരെ സഹായം എത്തിച്ചിട്ടുണ്ടാ? എന്താ എത്തിക്കാത്തത്? ക്യാമ്പുകളെല്ലാം ഗംഭീരമാണ്. അവിടെ എല്ലാം മറ്റേ ബദാം പരിവും അണ്ടിപ്പരിവും അതുപോലെ ആപ്പിളും കിട്ടിയിരിക്കണത് കൊണ്ടാണ്. അല്ല സുഹൃത്തെ, പണ്ട് അങ്ങനൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. ആ മുഖ്യമന്ത്രിയുടെ ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു. ആ ലീഡർഷിപ്പ് ഇപ്പൊ ഇല്ല.
മനസ്സിലായില്ല? എൻ വാസുകി എന്ന് പറയുന്ന തിരുവനന്തപുരത്തുള്ള കളക്ടർ ഈ പ്രളയം ഉണ്ടാകുമ്പോൾ അവിടെ മുഴുവൻ സാധനങ്ങൾ സ്വരൂപിച്ച് മറ്റേ ലോറിയിലാക്കി കൊടുത്തുവിടുന്ന, രാത്രി 11 മണിക്കും 12 മണിക്കും 1 മണിക്ക് നിന്ന് കൊടുത്തുവിടുന്ന ദൃശ്യങ്ങളുണ്ടായി. ഇപ്പൊ എന്താ നാട്ടുകാർക്ക് പോലും സഹായിക്കണമെന്ന് തോന്നാത്തത്? എന്താ തോന്നാത്തത്? അതിന് നേതൃത്വം കൊടുക്കാം. വാ, നമുക്ക് ഒരുമിച്ച് ഇറങ്ങല്ലേ, നമുക്ക് ഈ പറയുന്ന പോലെ നമ്മളെ ആളുകളെ സഹായിക്കണ്ടേ. 15,000-ഓളം ആളുകൾ എന്ത് ചെയ്തു? 65,000-ഓളം ആളുകൾ അന്ന് രക്ഷിച്ചിരുന്നു. 342 വരുന്ന ലാൻഡ് സ്ലൈഡുകൾ ഉണ്ടായിരുന്നു അന്ന് 10 ജില്ലകളിലായിട്ട്. അഫക്ട് ചെയ്യാത്തത് കൊല്ലവും തിരുവനന്തപുരവും മാത്രമേ ഉള്ളൂ. ഇപ്പൊ ആളെവിടെ? പുള്ളിയാ ചെറിയൊരു പ്രവൃത്തി ചെയ്തു കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടി ഒരാളുടെ കണ്ണീരൊപ്പം അതില്ലെന്ന് പറയാൻ പറ്റില്ല. അത് ഇടിമണ്ണിക്കൽ ജ്വല്ലറിയുടെ. അവര് വെറുതെ സിനിമാ നടികളെയൊക്കെ വിളിച്ച് കാശൊക്കെ കൊടുത്ത് ബുദ്ധിമുട്ടുന്ന സമയത്ത് ഞാൻ ഞങ്ങൾ ഉദ്ഘാടിച്ചാൽ പോരെന്ന് പറഞ്ഞ് പുള്ളി കത്രിക എടുത്ത് ഇതിങ്ങനെ ടിക്ക് എന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് എന്ത് ചെയ്തു? പുള്ളിക്ക് ഒരു മോതിരോ ബാക്കിയുള്ള ഗിഫ്റ്റോ എന്തെങ്കിലും ചിലപ്പോൾ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതിന് കുഴപ്പമില്ല. എന്താണ് ഈ നാട്ടിൽ നടക്കണേന്ന് ഞാൻ വിചാരിക്കണം. പുള്ളി പോയി മറ്റേ മുസ്ലിം ലീഗ് യൂത്ത് ലീഗിന്റെ വൈസ് പ്രസിഡന്റിന്റെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചോട്ടെ, കുഴപ്പമില്ല. പക്ഷെ അത് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ആ മെസ്സേജ് ആളുകളൊക്കെ പ്രാണനം കൊണ്ട് ഓടുമ്പോ നമുക്ക് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാന്നാണ്. അല്ലാതെ പുള്ളി കഴിച്ചതിന് നമുക്ക് വിരോധമില്ല. ഞാൻ ചോദിക്കട്ടെ, പ്രജിതയുടെ വീട്ടിലോ കുടുംബത്തിലോ തറവാട്ടിലോ ഒരാൾ ദുരന്തം സംഭവിക്കും, പ്രജിതയുടെ മക്കളെ വിളിച്ചുകൂട്ടി പറയുന്നുണ്ട്, വരൂ നമുക്ക് മട്ടൻ ബിരിയാണി കഴിക്കാം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? എന്താ മെസ്സേജ് കൊടുക്കണത്? നിങ്ങൾ മട്ടൻ ബിരിയാണി കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും അവിടെ അത് സംഭവിക്കുമായിരിക്കും. പക്ഷെ അത് സത്യം പറഞ്ഞാൽ പുള്ളിയുടെ ഒറ്റ കാര്യമുള്ളൂ, പുള്ളി ഈ പരിപാടികളെല്ലാം ക്യാൻസൽ ചെയ്ത് റദ്ദ് ചെയ്തുകൊണ്ട് ഇതിലേക്ക് കോൺസെൻട്രേറ്റ് പ്രവർത്തനങ്ങളുടെ എന്ത് ഏകോപനമാണ് നടക്കുന്നത്? എന്റെ പൊന്നു പ്രജിത, സത്യം പറഞ്ഞ ഇന്നലെ രാത്രി ഒരു ചാനൽ ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ ചാനൽ അവതാരകർ മുഴുവൻ പറയണേട്ട 6 പേര് മരിച്ചെന്നാണ് റവന്യൂ മന്ത്രി, 8 പേര് മരിച്ചെന്നാണ് പറഞ്ഞത്. ശരിക്കും 12 പേരായിട്ട് മരിച്ചിട്ടുണ്ട്. ഇതിന്റെ പിന്നുള്ള കണക്കെന്താ? ഈ നാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലെ അവസ്ഥ എന്താ? അപ്പൊ ഇത് ഞാൻ പറഞ്ഞത് ഇതൊക്കെ പ്രജിത വിട്ടേക്ക്. ഞാൻ പറഞ്ഞത് അബീൻ വർക്കിയുടെ ഒരു വാക്കുണ്ട്. ഇപ്പൊ ഇന്നലെ പുള്ളി അത് വിഴുങ്ങി. ആറന്മുളയിലേക്ക് കൂടുതൽ സംവിധാനങ്ങൾ വേണം, രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, അപ്പൊ NDRF-കൾ എത്തിയിട്ടുണ്ട്, ക്യാമ്പുകളിലേക്ക് വേണ്ട കാര്യങ്ങൾ റവന്യൂ അധികൃതർ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റുന്ന രീതിയിൽ പുള്ളി പറഞ്ഞേക്കണത് അത്ര വേണ്ടത്ര സാധനങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നില്ലെന്നാണ്. ഇനി തൊട്ടടുത്ത് റാന്നിയിലെ പഴകുളം മധു ന്യൂസ് 18 കൊടുത്ത് പമ്പയാറിൽ വെള്ളം പൊങ്ങുമ്പോൾ വെള്ളം പൊങ്ങിയതിന്റെ കാരണം ചെളിയും മണലും നീക്കം ചെയ്യാത്താണ്. ആരാണ് ചെളിയും മണലും നീക്കം ചെയ്യേണ്ടത്? പ്രതിപക്ഷവും. ഇനി ഏറ്റവും വലിയ വേറൊരു കോമഡി കൂടി പറയട്ടെ. ആ കോമഡി ഒന്നൊന്നര കോമഡി ആയിപ്പോയി. അതെന്താന്ന് വെച്ചാൽ VT ബൽറാമിന്റെ പോസ്റ്റാണ്. VT ബൽറാമിന്റെ പോസ്റ്റ് പറയുന്നത്, VT ബൽറാം 2019 ഇട്ടിരുന്ന് ഇദ്ദേഹം വിജയനോ അതോ ജയനാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് പോസ്റ്റ്. ഏത്? എന്നിട്ട് അടുത്ത് ഒരു ഹെലികോപ്റ്റർ കിട്ടിയിരുന്നെങ്കിൽ 7-8 പേരെ വെടിവെച്ച് കൊല്ലാമായിരുന്നു. ആ പോസ്റ്റ് ഇട്ട് ഇപ്പൊ പുള്ളിക്ക് നിൽക്കുകളില്ല. പുള്ളി കഴിഞ്ഞ ദിവസം ഇട്ടേക്കുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റ് എന്താണെന്നറിയാമോ? അത് ഗൗരവത്തിലാണ്, തമാശയൊന്നുമില്ല. സർക്കാർ വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ ഏതെങ്കിലും തരത്തിൽ ദുരുപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിന്റെ പേരിൽ എന്നെ ട്രോളുകയല്ല വേണ്ടത്. നാട്ടിലെ ഔദ്യോഗിക പ്രതിപക്ഷം ഉത്തരവാദിത്വത്തോടുകൂടി അതിനെതിരെ വിമർശനം ഉന്നയിക്കുക, അക്കൗണ്ടബിൾ ആക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ VT ബൽറാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ നിങ്ങളെങ്കിലും ഒന്ന് ശ്രമിച്ച് നന്നാക്കുന്നതാണ്. ആരോട്? പ്രതിപക്ഷത്തോട്. ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വം എന്ന് പറയണം. ആര്? VT ബൽറാം. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇനി അടുത്തത് AP അനിൽകുമാറിന്റെ ഒരു കമന്റ് ഉണ്ട്. പുള്ളി പറഞ്ഞേക്കണത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇതൊന്നും അറിയില്ല, ഈ ഇപ്പോഴുള്ള സംവിധാനങ്ങൾ വെച്ച് മുന്നറിയിപ്പൊന്നും കൊടുക്കലൊന്നും നടക്കൂലെന്ന് പുള്ളി പറഞ്ഞു. ഇനി ഇതെല്ലാം പോട്ടെ, കഴിഞ്ഞ ദിവസം മൂഴിയാർ ഡാം അങ്ങ് തുറന്നു വിട്ട് 1 മണിക്ക്, രാത്രി 1 മണിക്ക്, എല്ലാവരും ഉറങ്ങണേല്ല, ഒളിച്ചു പോക്കോട്ടെ എന്ന് വിചാരിക്കും, തുറന്നു വിട്ടു. ശരിക്കും പറഞ്ഞാൽ 8 മണിക്ക് ഇന്നലെ മറ്റേ ഈ VD മീഡിയയില് ചെറിയ നിഷ്പക്ഷ VD മീഡിയക്കാരിയാണ് മാധു സജി ഇന്നലെ ന്യൂസ് നൈറ്റിൽ ഇരുന്ന് പറയണ, മറ്റേ മീറ്റ് ദ എഡിറ്റേഴ്സിൽ ഇരുന്ന് പറയണ നിഷ്പക്ഷ മാധ്യമപ്രവർത്തനം എന്ന് വെച്ചാൽ, അങ്ങനെ മുന്നറിയിപ്പ് കൊടുത്തില്ലെന്ന് നിങ്ങൾ പറയരുത്. ഒരു പ്രസ് റിലീസ് രാത്രി 8 മണിക്ക് ഇറക്കിയിട്ടുണ്ടെന്നാണ്. രാത്രി 8 മണിക്ക് ഒരു പ്രസ്. എന്റെ പൊന്നു സുഹൃത്തെ, മറ്റേ ആ ചാനലിൽ വേറെ ഇരുന്ന ആളുകൾ ആരും മാധുവിന്റെ അടുത്ത് ചോദിച്ചില്ല. അതുകൊണ്ട് ഞാൻ ചോദിക്കണേ, പ്രിയപ്പെട്ട മാധു സജി, എനിക്ക് താങ്കളെ ഇഷ്ടമാണ്, പക്ഷെ താങ്കളോട് എനിക്കൊരു ചോദ്യമുണ്ട്. ഈ പ്രസ് റിലീസ് ഇറക്കണാണോ ഇതിന്റെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ? ഒരു ഡാം തുറക്കാൻ വേണം, അപ്പൊ ഒരു പ്രസ് റിലീസ് എന്നിട്ട് ഇറക്കിയിട്ട് ഡാം അങ്ങ് തുറക്കുക, അങ്ങനെയാണോ?
അങ്ങനെയുള്ള പ്രസ് റിലീസ് ഇറക്കണം, അവിടുത്തെ ജനപ്രതിനിധികളെ അറിയിക്കണം, അവിടെയുള്ള പഞ്ചായത്ത് വാർഡ് മെമ്പർമാരെ അറിയിക്കണം, MLA അറിയിക്കണം, ബാക്കിയുള്ള എല്ലാവരും അറിയിക്കണം. കൂടാതെ അവിടെ പൊതുജനങ്ങളുടെ അടുത്ത് മൈക്ക് അനൗൺസ്മെന്റ് എടുക്കണം. അപ്പൊ പറയണത് മൈക്ക് അനൗൺസ്മെന്റ് എങ്ങനെ നടത്തും, മഴയില്ലെന്ന് വേണ്ട, ഈ ബാക്കിയുള്ള കാര്യം ചെയ്താ കളക്ടർ, വില്ലേജ് ഓഫീസറെ, തഹസിൽദാർ, വില്ലേജ് ഓഫീസറെയും അവിടെയുള്ള ജനപ്രതിനിധികളെ MLA അറിയിച്ചിട്ടുണ്ടാ? അല്ല എന്റെ ഇത് പൊന്നു പ്രജിത, ഒരു കാര്യം കൂടി നിങ്ങൾ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കണം. പ്രജിതയുടെ വീട്ടിൽ രാത്രി 2-3 മണിക്ക് വെള്ളം വന്ന് കയറുകയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പ്രജിത അറിയേണ്ടത്, പ്രജിതയോട് ഒരു മണിക്ക് പറഞ്ഞാൽ പറ്റാവുന്ന സാധനങ്ങൾ മുകളിലേക്കെങ്കിലും എന്ത് ചെയ്യാം. കയറ്റി വെക്കാൻ അതെ, പറ്റും. ഇത് റാന്നിയിലും പത്തനംതിട്ടയിലും ഒക്കെയുള്ള പ്രശ്നം എന്താണെന്നറിയാമോ? മറ്റേ കോടിക്കണക്കിന് രൂപയുടെ, ലക്ഷക്കണക്കിന് രൂപയുടെ തുണിത്തരങ്ങള് വ്യാപാരികളൊക്കെ കൊണ്ടുവന്ന് വെച്ചേക്കണേണ്. പിറ്റേ ദിവസം ചെന്ന് നോക്കുമ്പോ എന്താണെന്നറിയാമോ? മാലിന്യം വന്ന് നിറഞ്ഞിട്ടേ ഓണത്തിനിടാനുള്ള ഡ്രസ്സാണ്. ഇനി അത് അടുത്ത 15 ഓണം കഴിഞ്ഞാൽ പോലും ആ ഡ്രസ്സ് ഇടാൻ പറ്റൂല. അപ്പൊ അതുപോലെയുള്ള സാധനം മുഴുവൻ നശിച്ചു പോയേക്കണേ. ഒരാളെന്ന് വിലപിക്കണ്ട്. കഴിഞ്ഞ 2018 എന്റെ ലോണ് ഞാൻ അടച്ചു തീർത്തേളെന്ന് പറയേണ്ട ഒന്ന്. രണ്ടാമത്തത്, അവിടെ ഒരു വലിയ വിഷയവും കൂടിയുണ്ട്. ആ വിഷയം എന്താണെന്നറിയാമോ? മറ്റേ ആളുകൾ വന്ന് മറ്റേ ഇപ്പൊ തന്നെ ചെളി മാറ്റണമെന്നും പറഞ്ഞ് അവിടെ അധികൃതർ പറഞ്ഞിരുന്നു. സ്വന്തം ജീവിതത്തിൽ പ്രജിത ഒന്ന് ആലോചിച്ച് നോക്കും. പ്രജിയുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ പ്രജിത ഒരു ബിസിനസ് എടുത്തതാണ്. അപ്പൊ ഈ ഓണത്തിന് ഒരു 10-30,000 രൂപ ലാഭം ഉണ്ടാക്കാന്ന് വെച്ചാൽ 1 ലക്ഷം രൂപയുടെ തുണി മേടിച്ച് വെച്ചേക്കുന്നത്. അത് അങ്ങനെ തന്നെ ഇത് കുളമായി പോയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഇനി 1 ലക്ഷം രൂപയാണ് പോട്ടെ, 1 ലക്ഷം രൂപയല്ല, പ്രതി ഒരു 50 ലക്ഷം രൂപയുടെ തുണി മേടിച്ച് വെച്ചേക്കുന്നുണ്ട്. അതിൽ 40 ലക്ഷം രൂപ ക്രെഡിറ്റ് ആയിരിക്കും, 10 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടാവും. ഇനി ആ കടം എന്ന് വീട്ടിൽ തീരും പ്രജിത? അവരോട് മുഖ്യമന്ത്രി എന്ത് ചെയ്യുന്നു? ഈ നാട് മുഴുവൻ ഇടിവെട്ടി മഴ പെയ്യുമ്പോൾ പുള്ളി ഇടിമണ്ണിക്കലിന്റെ കത്രിക എന്ത് ചെയ്യും? അല്ല സാർ, ഇതുമായി ബന്ധപ്പെട്ട VD സതീശന്റെ മുൻകാലത്തെ ഒരു വീഡിയോ കൂടി പ്രചരിക്കുന്നുണ്ട്. അതില് അന്ന് രാത്രിക്ക് ഈ ഡാമുകൾ തുറന്നു വിട്ടതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾക്ക് ഇത് കൃത്യമായി ചെയ്യാൻ അറിയാൻ കഴിയുമില്ല എന്നുണ്ടെങ്കിൽ ജനപ്രതിനിധികളായിട്ടുള്ള ഞങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ ഒരു 500 മീറ്റർ ദൂരത്തിലുള്ള ആളുകളെയെങ്കിലും ഒഴിപ്പിക്കാനായിട്ട് ഞങ്ങൾക്കൊക്കെ സാധിക്കുമായിരുന്നു എന്നാണ് അദ്ദേഹം അതിൽ പറയുന്നത്. അതായത് അദ്ദേഹം പ്രതിപക്ഷത്തിരുന്ന സമയത്ത് പറയുന്നത്. അതേ അദ്ദേഹം നിയമസഭയിലും പ്രസംഗിച്ചിട്ടുണ്ട്, പുറത്തും പ്രസംഗിച്ചു. അതെ, അതിനുശേഷം ഇന്നിപ്പോ ഇങ്ങനൊരു ഫ്ലഡ്, അതായത് ഇപ്പം മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലഡ് എന്നുള്ളത് കേരളത്തിൽ പുതിയ സംഭവമൊന്നുമല്ല. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള നിരുത്തരവാദപരമായിട്ടുള്ള കാര്യം വരുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം സൽക്കാരത്തിന് പോയതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം ഉണ്ടാകുമ്പോൾ ഇപ്പോ വിശദീകരണവുമായിട്ട് KP നൗഷദ് അലി വന്നിട്ടുണ്ട്. അദ്ദേഹം ചോദിക്കുന്നത്, മഴക്കാലത്ത് മുഖ്യമന്ത്രിക്ക് എവിടെയും പോകാൻ പാടില്ലെന്നുണ്ടോ? ഭക്ഷണം കഴിക്കാൻ പാടില്ലെന്നുണ്ടോ? അതോ മുഖ്യമന്ത്രി പട്ടിണി കിടക്കണമെന്നാണോ? ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാണ് അനൗചിത്യമാകുന്നത് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇതിനെ ഏത് ഭാഷയിലാണ് വിമർശിക്കേണ്ടതെന്ന് പോലും മനസ്സിലാവുന്നില്ല. എന്റെ വീടിന്റെ തൊട്ട് സൈഡിൽ ഇപ്പുറത്തൊരു വീടുണ്ട്. അപ്പൊ വീട്ടില് പുള്ളിയുടെ പേര് ഞാൻ പറയുന്നില്ല, നമ്മളൊരു രമണൻ എന്ന് വിചാരിച്ചാൽ മതി. ഇപ്പൊ പുള്ളിയുടെ അച്ഛൻ മരിക്കുകയാണ്. അച്ഛൻ മരിക്കുമ്പോ ഇയാളുടെ മൂത്ത ചേട്ടനുണ്ട്, മനസ്സിലായി. പുള്ളിയും ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. പുള്ളി ഇപ്പൊ മരിച്ചുപോയി. ആ പുള്ളിയുണ്ട്. ഈ അച്ഛൻ മരിച്ച ദിവസം അച്ഛനുമായി പുള്ളിയായിട്ട് എതിർപ്പുണ്ട്. കാരണം മറ്റേ സ്ഥലം മകൻ എഴുതി കൊടുത്തു, അങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ അവരെ പോലെ ഉണ്ട്. മരിച്ച ദിവസം പുള്ളി ചിക്കൻ മേടിച്ചിട്ട് പോവാണ്. ഏത് മരിച്ചു കിടക്കുന്ന ആളുടെ മൂത്ത മകൻ വീട്ടിലേക്ക് ചിക്കൻ മേടിച്ചിട്ട് പോവാണ്. അപ്പൊ പുള്ളി ചോദിച്ച ചോദ്യമാണ്, അയാളും മരിച്ചെന്നും പറഞ്ഞ് എനിക്ക് ഭക്ഷണം കഴിക്കണ്ടത്? മറുപടി ഇല്ല. ശരിയാണല്ലോ. അപ്പൊ താൻ ഫാദറോ മരിച്ചു എന്നും പറഞ്ഞ് മകനും പട്ടിണിയാണെന്ന് മരിക്കണമെന്ന് പറയാൻ പറ്റും? കുഴപ്പമുണ്ടായില്ല എന്നുള്ളത് പ്രേക്ഷകർ തരാക്കാൻ പറ്റില്ല. അപ്പൊ എന്റെ അച്ഛൻ പറഞ്ഞൊരു വാചകമുണ്ട്. എന്റെ അച്ഛൻ പറഞ്ഞത്, ശരിക്കും പറഞ്ഞാൽ അയാൾക്ക് വേണ്ടി ഇപ്പൊ സംസാരിക്കാൻ ആരുമില്ല, അതുകൊണ്ട് ഞാൻ നിന്നോട് മറുപടി പറയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി പിന്നെ ന്യായീകരിക്കാൻ വന്നപ്പോ അച്ഛൻ പറഞ്ഞു, ഇനിയും ന്യായീകരിച്ച നിന്റെ കർണക്കുറ്റിക്കിട്ട് അടിച്ചിട്ട് എന്നോട് പറഞ്ഞു. മനസ്സിലെ? അപ്പൊ പുള്ളി ഒന്ന് ഞെട്ടി. പുള്ളി ഒരു അതിന്റെ അച്ഛൻ വാചകം പറഞ്ഞു, എടാ
ഞാനൊക്കെ എൻ്റെ പ്രായമുള്ളപ്പോ അറിയുന്ന എൻ്റെ അച്ഛനും പുള്ളിയായിട്ടൊക്കെ അത് സെയിം ഏജാണ്. ഞാനൊക്കെ എൻ്റെ ഓർമ്മ വെക്കുമ്പോഴേക്കുണ്ടല്ല നിന്റെ ഫാദർ മറ്റേ തെങ്ങേറ്റം അതുപോലെയുള്ള പാവപ്പെട്ട സാധാരണ ജോലികൾ ചെയ്താണ് എന്ത് ചെയ്തേക്കണം. അയാള് ജീവിതത്തിൽ ഇന്ന് വരെ ഒരു ഷർട്ട് ഇട്ട് ഞാൻ എന്ത് ചെയ്തിട്ടില്ല. അയാൾ ഷർട്ട് ഇടാത്ത ഒരാളായിരുന്നു. ഷർട്ട് ഇട്ട് ഞാൻ കണ്ടിട്ടില്ല. അയാൾ ഷർട്ട് ഇടാതെ കണ്ടിട്ട് അയാൾക്കൊരു ഷർട്ട് ഞാൻ മേടിച്ചു കൊടുക്കാന്ന് തോന്നി ഞാൻ പുള്ളിയെ കൊണ്ട് പോയിട്ട് പുള്ളി എന്നോട് ചോദിച്ചൊരു വാചകമുണ്ട്. അതായത് അന്ന് 100 രൂപക്ക് എൻ്റെ അച്ഛൻ പുള്ളിക്ക് ഷർട്ട് മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞത്, എടാ ഇത് വേണ്ട, നീ ഒരു 50 രൂപ എനിക്ക് തന്നാ മതി, അതെന്താ വെച്ചാൽ മക്കൾക്ക് എന്തെങ്കിലും മേടിച്ചിട്ടോ അല്ലാന്ന് എന്ത് ചെയ്ത് പറഞ്ഞു. ആ ആള് മരിച്ചു കിടക്കുമ്പോ നീ ചിക്കനല്ല, നീ പോർക്കും നീ മറ്റേ ബീഫും പിന്നെ മറ്റതും ഒക്കെ എടുത്ത് കഴിക്കേണ്ടതാണ്. കാരണം ഈ പുള്ളിക്ക് ഏറ്റവും ഒടുവിൽ പ്രായം ഒത്തി കഴിഞ്ഞപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലാവും, പ്രായം ഒത്തി കഴിയാറാകുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ഇയാൾക്ക് ഗവൺമെന്റ് ജോലി കിട്ടി. കാരണം റിസർവേഷൻ ഉള്ളതാണ്. അങ്ങനെ ജോലി കിട്ടി. അങ്ങനെ ജോലി ആണ്ട് 5 കൊല്ലമായിട്ട് ഉണ്ടായുള്ളൂ. ആ 5 കൊല്ലത്തെ നെകളിപ്പാണ് ഈ എന്ത് ചെയ്ത് കാണിച്ചത്. അപ്പൊ എന്റെ പൊന്നു സുഹൃത്തെ, നിങ്ങൾ ചിക്കൻ മേടിച്ച് തിന്നണ്ടെന്നോ നിങ്ങൾ മറ്റേ ബീഫ് ഉലർത്തിയതും മട്ടൻ ബിരിയാണിയും കഴിക്കണ്ടെന്നോ ഒന്നും നമ്മൾ പറഞ്ഞില്ല. നിങ്ങൾ ഈ കേരളത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പരിപാടി ഒഴിവാക്കാമായിരുന്നില്ലേ? അവിടത്തെ ഉള്ള ഒരു സ്വീകരണ പരിപാടി ഒന്നും ഒഴിവാക്കാമായിരുന്നില്ലേ? ഇനി ഏറ്റവും കുറഞ്ഞ പക്ഷം അത് എടുക്കുമ്പോഴെങ്കിലും പറയാൻ പാടില്ലേ, ഇത് വീഡിയോ എടുത്ത് ഇടല്ലേ എന്ന് പറയാൻ പാടില്ലേ? ഈ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയുടെ പരിപാടി നിങ്ങൾ വേറെ ആരെങ്കിലും വെച്ച് ഉദ്ഘാടിക്കും, ഒരു 5-10 ലക്ഷം രൂപ കൊടുത്ത് നടിയെ കിട്ടും, വന്ന് ഉദ്ഘാടിക്കുന്നു പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ ഇവിടെ എല്ലാം പ്രോപ്പർ ആണെങ്കിലും കുഴപ്പമില്ല. എല്ലാം പ്രോപ്പർ ആണോ? ഇനി അതുകൊണ്ട് ഈ നൗഷാദ് അലിക്കൊന്നും മറുപടിയില്ല. പുള്ളി ഇതുപോലെയുള്ള പല വിദണ്ഡവാദങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിനേക്കാളൊക്കെ വലിയ ഗംഭീര മറുപടി ഉണ്ട്. അതിപ്പോ ഇന്നിപ്പോ വാർത്താ സമ്മേളനത്തിൽ പുള്ളി പറയുമായിരിക്കും. പുള്ളി പറയുന്നത് മറ്റേ നമ്മുടെ BRM ഷഫീർ ഉണ്ട്. BRM ഷഫീർ എന്ന് പറഞ്ഞാൽ പുള്ളി സാംബശിവന് പഠിക്കുന്ന ഒരാളാണ്. പുള്ളി ഫുൾ ടൈം കഥാപ്രസംഗമാണ്. അപ്പൊ ആ കഥാപ്രസംഗത്തിൽ പുള്ളി ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ പുള്ളിയുടെ കഥാപ്രസംഗത്തിൽ പുള്ളി പറയണത്, വെറുതെ കിടക്കുന്ന ഹെലികോപ്റ്റർ 5 പൈസ കൊടുക്കേണ്ടതില്ല, അതുകൊണ്ട് മുഖ്യമന്ത്രി എന്ത് ചെയ്ത്, എടോ ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി ലോസ് എന്ന് ബിസിനസ്സിൽ പറയും. അതായത് ഞാനിപ്പോ ഇവിടെ സമയം സ്പെൻഡ് ചെയ്ത് എനിക്ക് 5000 രൂപ കിട്ടുമെങ്കിൽ ഞാൻ വേറെ എവിടെയെങ്കിലും സമയം സ്പെൻഡ് ചെയ്ത് 50,000 രൂപ കിട്ടുമെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കണം. സത്യത്തിൽ ഈ പുള്ളി ഒന്ന് ആലോചിച്ച് നോക്കണം പ്രജിത. 4.5 മണിക്കൂർ, അതായത് ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും ഒക്കെ കറങ്ങി 4.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് എത്തിയത്. അത് റോഡ് വഴി വന്നാലും വരുമായിരുന്നു. ഇനി ഇതെല്ലാം കുഴപ്പമില്ല, പുള്ളി ഇങ്ങനെ പോയാലും കുഴപ്പമില്ല. ഇതിൽ 1 മണിക്കൂർ എടുത്ത് പുള്ളി ആ ഹെലികോപ്റ്ററിന് റാന്നിയിലും പത്തനംതിട്ടയിലും പോയി ഞങ്ങൾ കൂടെ ഉണ്ട്, നിങ്ങൾ വിഷമിക്കണ്ട എന്നെങ്കിലും ജനത്തിനോട് എന്ത് ചെയ്യാൻ പാടില്ലേ പറയണമായിരുന്നു. പ്രതിപക്ഷ നേതാവായുമ്പോ ഇപ്പൊ വെറുതെ ഒരുപാട് ഡയലോഗ് അടിച്ചിട്ടുണ്ട്. ആ ഡയലോഗിലൊന്നാണ്, നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ഞങ്ങൾ അറിയിക്കൂ, ഞങ്ങൾ എന്ത് ചെയ്യും 500 പേരെ മാറ്റി പാർപ്പിക്കാൻ. ഇതുപോലെ പുള്ളി പറഞ്ഞേക്കുന്ന ഡയലോഗ് ഒന്നും ചർച്ച ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. നിയമസഭയിൽ പ്രസംഗമുണ്ട്. ഡാം മാനേജ്മെന്റ് എന്താണെന്ന് നിങ്ങൾക്കറിയില്ല, ഡാം മാനേജ്മെന്റ് എന്ത് ചെയ്യാം, ABCD അറിയാൻ പാടില്ലാത്ത ആളാണെന്ന്. ആര്? MM മണിയെ കുറിച്ച്. ABCD ഒന്നും അറിയണ്ടോ? ഒരു ആത്മാർത്ഥ ഉണ്ടായിരുന്ന മനസ്സിലായ? മനെ താങ്കൾക്ക് ഇപ്പൊ എന്റെ ജീവൻ രക്ഷിക്കണമെന്ന് ഞാൻ ആക്സിഡന്റ് പറ്റി കിടക്കുമ്പോ ഒന്ന് ആത്മാർത്ഥ ഉണ്ടായിരുന്നാൽ മതി. അല്ലാതെ താങ്കൾ ചിലപ്പോ മറ്റേ MBBS FRCS MDയും കഴിഞ്ഞിട്ടുള്ള ആളാണെങ്കിൽ പോലും താങ്കൾ വിചാരിക്കണേ പതുക്കെയൊക്കെ കൊണ്ടുപോകാന്നേ, എന്റെ കൊച്ചിന്റെ എന്റെ മറ്റേ ഇതൊക്കെ എന്താണ് ബദാം മിൽക്കും അപ്പുറത്തെ വീടും ബിരിയാണിയും കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ചാൽ പ്രശ്നം മാറിയാ. അപ്പൊ അതുകൊണ്ട് ആത്മാർത്ഥയുടെ പ്രശ്നം അതില്ല എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് ഏതാണ്ട് പിടികിട്ടി. ചേഞ്ച് വേണം എന്ന് സലിംകുമാർ ഒരു രീതി പറയുന്നില്ല. അത് ശരി, നിനക്കൊക്കെ ചേഞ്ച് വേണമല്ലോ, അത് ഞാൻ വേറെ മുദ്രയിട്ട് തരാന്ന് പറഞ്ഞ പോലെ ജനത്തിന് ഇപ്പൊ ഏതാണ്ട് ചേഞ്ച്, ഒരു ചെറിയ മുദ്ര, ഈ മുദ്രകൾ കണ്ടപ്പോൾ ജനത്തിന് ചേഞ്ച് മനസ്സിലായി. ഇനി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പുള്ളി എന്തെങ്കിലും നുണയൊക്കെ പറഞ്ഞ് തക്കട നെരിയുടെയൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും? സാർ വിചാരിക്കുന്നുണ്ടോ ഇന്നത്തെ വാർത്താ സമ്മേളനത്തില് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ മുഖ്യമന്ത്രി കൃത്യമായിട്ട് മറുപടി കൊടുക്കും? ഒന്നും പറയാൻ പോണില്ല. പുള്ളി പറയാൻ പോണെന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ ശരിക്കും പറഞ്ഞാൽ പഴയ ഉദ്യോഗസ്ഥരാണ്, LDFകാരാണ്. അവര് ശരിക്കും പറഞ്ഞാൽ പാര വെച്ചതാണ്. അവര് മിനിഞ്ഞാന്ന് ചെന്ന് മഴ ദൈവത്തോട് പറഞ്ഞു, മഴ തകർത്ത് പെയ്യാൻ പറഞ്ഞു. ഞാൻ അറിഞ്ഞു, പിന്നെ ഞാൻ അതൊന്നും പറയുന്നില്ല, എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. അപ്പൊ ശരിക്കും പറഞ്ഞാ മറ്റേ മാധ്യമപ്രവർത്തകരും മറ്റേ ഇതായി പോയത് ഒരെണ്ണം അടിച്ച അവസ്ഥയിലായി പോകും. അതായത് മഴ ദൈവങ്ങളൊക്കെ ഉണ്ടായി എന്ത് എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്കും പുള്ളി കാലം വിടും. മഴ ദൈവങ്ങള് പിന്നെ ചിലപ്പോൾ ഞാൻ ഋഷി ശൃംഖനാണോ മഴ വരുത്താനും മഴ നിർത്താനും എന്നൊക്കെ ചോദിച്ചാൽ ഋഷി ശൃംഖന ആരാണെന്നൊക്കെ പെട്ടെന്ന് അന്വേഷിച്ച് എടുക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യൂല.
പിന്നെ കൈരളിയാണോ? കൈരളിയാണെങ്കിൽ നിങ്ങൾ ഇന്നലെ ചർച്ച ചെയ്തു നീറോ ചക്രവർത്തിയാണ്. നീറോ ആരാണെന്ന് അറിയുമോ എന്നൊക്കെ ചോദിച്ചാൽ കൈരളിയുടെ പാവം പിടിച്ച 10,000 രൂപ ശമ്പളത്തിന് 25,000 ശമ്പളത്തിന് എന്നിരിക്കുന്നത് നീറോ ചക്രവർത്തി. നീറോ സത്യത്തിൽ അങ്ങനെ റോമ നഗരം കത്തിയെറിഞ്ഞപ്പോ വന്നിട്ടുണ്ടായില്ല. പുള്ളി ശരിക്കും പറഞ്ഞാൽ റോമ കത്തിയെറിഞ്ഞപ്പോ തിരിച്ചു വന്ന് ഇത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാഞ്ഞിട്ടാണ്. നോണ കൃത്യമായിട്ട് ഗംഭീരമായിട്ട് പറഞ്ഞാൽ ആരും ഒന്ന് ഞെട്ടും, ആരും ഞെട്ടും. വേണമെങ്കിൽ പരീക്ഷ ചോദിക്കും. അപ്പൊ അതുപോലെ എന്ത് ചെയ്യുക, പ്രകടനം എന്ത് ചെയ്യുക, പുള്ളി മറ്റേ മെന്റലിസ്റ്റ് പ്രകടനം കൊണ്ട് പുള്ളി എന്ത് ചെയ്യും. പിന്നെ എല്ലാവർക്കും പരിമിതി ഉണ്ടെന്ന് പറയും. മഴ പെയ്യണില്ല, എല്ലാവർക്കും പരിമിതി. പിന്നെ പച്ച നുണ പറയും. ഏത് PM ശ്രീ പദ്ധതി, അത് ഒരു കാരണം വെച്ചാൽ ഇനി അതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല. കാരണം പിന്മാറിയിട്ടുണ്ടെങ്കിൽ പ്രശ്നമാകും. നിങ്ങൾ ഉദ്ദേശിക്കണ പോലെയല്ല, വലിയ തലവേദനയോ എന്നൊക്കെ പറയും. പിന്നെ ആ ചോദ്യത്തിന് ഉത്തരം ഉണ്ടാവില്ല. ഇതുപോലെയുള്ള നുണകൾ പറയാനും പുള്ളീനെ പുള്ളിക്ക് പിന്നെ ഒരു ഗുണമുണ്ട്. കാരണം വെച്ചാൽ പുള്ളീനെ വൈറ്റ് വാഷ് ചെയ്യാനും പുള്ളിനെ പെയിന്റ് അടിച്ച് സുന്ദരനാക്കാനും വേണ്ടി കുറെ മാധ്യമ പ്രവർത്തകർ എന്ന് വിളിക്കാവുന്ന മാധ്യമ പ്രവർത്തകനായിട്ട് പുലബന്ധം പോലും ഇല്ലാത്ത മറ്റേ സോപ്പിടലും മറ്റേ പൗഡർ ഇടലും മാത്രം വശമായിട്ടുള്ള കുറെ ആളുകളും ഇരിക്കുന്നുണ്ട്. അവര് പറയും ഇത് കുഴപ്പമൊന്നും ഉണ്ടായില്ല, എല്ലാം കുഴപ്പമില്ല. ഇന്നലെ മോദി മാധ്യമപ്രവർത്തകൻ എന്റെ ചർച്ചയിൽ നിന്ന് പോലും പറയുന്നുണ്ട്, അതായത് ഒരു കുഴപ്പമില്ല, ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടി സാവകാശം കൊടുക്കൂ എന്നിട്ട് വിമർശിക്കൂ എന്നാണ്. അതായത് മൂഴിയാർ ഡാം തുറന്നു വിട്ട് നെഞ്ചത്തേക്ക് വെള്ളം വരുമ്പോഴേ ഇപ്പൊ വിമർശിക്കല്ലേ കുറച്ച് വെള്ളം വന്ന് അടിച്ച്. അതായത് ഞാൻ കഴിഞ്ഞ ദിവസം ഈ ചർച്ചയെ പറഞ്ഞായിരുന്നു, വിമർശിക്കാൻ നമ്മളുണ്ടാവുമെന്ന് അറിയില്ലല്ലോ സുഹൃത്തെ. ദുരിതപ്പെയ്ത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. മറ്റേ തിരുവനന്തപുരത്ത് മുതലപ്പുഴയിൽ 10 പേരെ കാണാതായിരിക്കുന്നു. അപ്പൊ അവര് കരയണത് ഇപ്പൊ കരയണ്ട, ഗവൺമെന്റ് വന്നിട്ടില്ലല്ലോ. ഒരാഴ്ച സമയം കൊടുത്തിട്ട് കരയാൻ പറയുമോ? ഒരാഴ്ച സമയം കൊടുത്തിട്ട് കരയാൻ പറയുമോ? എനിക്ക് മനസ്സിലാവില്ല. ഒരാഴ്ച സമയം കൊടുക്കുക. 10 പേരെ കാണാതെ അവര് പോയിട്ട് ടൂർ അടിക്കാൻ പോയിട്ടാണ് അവര് കാണാതെ. അവര് മൗറീഷ്യസിലും സിംഗപ്പൂരിലും ഒക്കെ ഇറങ്ങിയിട്ട് തിരിച്ചു വരുക. എന്റെ പ്രജിത അവര് മറ്റേ വള്ളം തകർന്ന് പോയവരാണ്. അവരെ കാണാൻ 14 മണിക്കൂർ കഴിഞ്ഞിട്ട് രക്ഷാപ്രവർത്തനം തുടങ്ങണം. എന്ത് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിനക്ക് പറ്റില്ലെങ്കിൽ കളഞ്ഞിട്ട് പോകുന്നേ, വേറെ ആരെങ്കിലും ഏൽപ്പിക്കുന്നത്. അതാണ് പറയാനുള്ളത്. പറ്റില്ലെങ്കിൽ കളഞ്ഞിട്ട് പോകും. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. താങ്കളിപ്പോ ഒരു ചാനലിന്റെ MD ആണ്. ഇപ്പൊ നിങ്ങളിത് ആലോചിച്ച് നോക്കി. ഇപ്പൊ മറ്റേ ഒരു ചാനലിന്റെ MD ആണ്. ഇപ്പൊ ആൻഡോ അഗസ്റ്റിൻ ചാനലിന്റെ MD ആണ്. അപ്പൊ റിപ്പോർട്ടർ ചാനലിൽ വെള്ളം മുങ്ങിക്കിടെന്ന് പറയുമ്പോ ആൻഡോ അഗസ്റ്റിൻ പറയുമോ ഞാൻ അപ്പുറത്ത് പോയി മട്ടൻ ബിരിയാണി കഴിച്ചിട്ട് വരാന്ന് പറയുമോ? ഏറ്റവും കുറഞ്ഞ അങ്ങോട്ടെങ്കിലും പെട്ടെന്ന് ഓടിയെത്തണ്ടേ? അതല്ലേ കേരളത്തിന്റെ CEO ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ VD സതീശനിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഒരു ദിവസത്തെ ലോഗ് ബുക്കിൽ ഒരു ദിവസത്തെ മാത്രം ഇല്ല. പുള്ളി ഹെലികോപ്റ്ററിന് ഇങ്ങോട്ട് പറഞ്ഞ ദിവസത്തെ ഇല്ല. അത് ചില ഔദ്യോഗിക പരിപാടികൾ ഉണ്ടായിരുന്നു. ഏതാ പരിപാടി? അത് പറയാൻ പറ്റില്ല. രഹസ്യമായിട്ട് ഔദ്യോഗിക പരിപാടി എന്താ? പുള്ളി മറ്റേ ആൽവേനെ കണ്ട പോലെ മറ്റേ അദാനിയുടെ മറ്റേ മാനേജറെ കണ്ട. എന്ത് ഒരു ഔദ്യോഗിക പരിപാടിയിൽ രഹസ്യം എന്താ ഉള്ളത് പ്രജിത? ചില അർജന്റായിട്ടുള്ള ചില പരിപാടികൾ ഉണ്ടായിരുന്നു. അതിനാണ് ഹെലികോപ്റ്ററിൽ പോയതെന്നാണ് BRM ഷമീറും നൌഷാദ് അലിയും മറ്റേ എല്ലാ അലിമാരും എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കണം. എന്താ പരിപാടി എന്ന് പറയണ്ടേ? അതും ചോദിക്കരുത്, അത് പറയില്ല. രഹസ്യമായിട്ട് എന്താ ഔദ്യോഗിക പരിപാടി? അപ്പൊ പറയാൻ പറ്റാത്ത പരിപാടിയാണ്. കുഴപ്പമില്ല. പിന്നെ മറ്റേ രണ്ടും കൂടി പറയരുത്. ഏത്? പിന്നെ എന്റെ എല്ലാ ചുമതലയും ആർക്ക് കൊടുത്തിട്ടുണ്ടെന്ന്? റവന്യൂ മന്ത്രിക്ക്, മറ്റേ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് വൈസ് ചെയർമാൻ ഞാൻ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതല്ലല്ലോ കേരളം പ്രതീക്ഷിക്കുന്നത്. അല്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ പുള്ളി പറയണത് എനിക്ക് ഇന്ന അസൗകര്യങ്ങളുണ്ട്, അതുകൊണ്ട് ഇത് ഇപ്പൊ തൽക്കാലം ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ VV രാജേഷ് അമേരിക്കക്ക് പോകണം, അപ്പൊ ആശാന്ന് അതിനെ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഡെപ്യൂട്ടി മേയർ. ഇതെന്താ കാര്യം? എന്താന്ന് ഇത്? തിരിച്ചു ഞാൻ ഇപ്പോഴും ചോദിക്കുന്നു, ഒഴിവാക്കാൻ പറ്റാത്ത ഏത് പൊതുപരിപാടിയാണ് ഉണ്ടായത്? ഇതൊക്കെ ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡാണ്. പിന്നെ കേരളത്തിന് കുറച്ച് ചേഞ്ച് കിട്ടിയല്ലോ, അതൊന്നും